അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഒരു സഹാബി കടന്നു വന്നിട്ട് പറഞ്ഞു, നബിയെ, കടങ്ങളാണ് നബിയെ, ദുഃഖങ്ങളാണ്, ദുരിതങ്ങൾ, ഇത് മാറാൻ എന്തെങ്കിലും ഒരു ദുആ പറഞ്ഞു തരണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ട് കാര്യം പറഞ്ഞു കൊടുത്തു. ഈ രണ്ട് കാര്യം നിങ്ങൾ ആരെങ്കിലും ചെയ്ത കടങ്ങൾ മാറും, ദുഃഖങ്ങൾ മാറും, നീ കടക്കാരനായി മരിക്കില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി. നമ്മുടെ ജീവിതത്തിൽ കടക്കാരനായി മരിക്കുന്നത് ഇത് വല്ലാത്ത ദുഃഖമുള്ള കാര്യമാണ്. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ട് കാര്യം പറഞ്ഞുതരാൻ. ചെയ്യൂ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്ന് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വീട്ടിൽ നിന്ന് വെളിയിലേക്ക് വന്നിട്ട് വീട്ടിലേക്ക് മടങ്ങി പോകുമ്പോ ആദ്യം നിന്റെ വീടിന്റെ വാതിൽ ആരെ കാണുന്നു അയാളോട് നീ സലാം പറയണമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരു ആവശ്യത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് പുറത്തു വന്നിട്ട് വീട്ടിലേക്ക് മടങ്ങിപ്പോവാൻ ആ സമയത്ത് നമ്മൾ പള്ളി വരും, റോഡെ വരുന്നവനോടും പോകുന്നവനോടും ഉസ്താദിനോടും നാട്ടുകാരോടും എല്ലാരോടും സലാം പറയും. പക്ഷെ വീട്ടിൽ മടങ്ങി ചെല്ലുമ്പോൾ സ്വന്തം ഭാര്യയോട് സലാം പറഞ്ഞിട്ടുണ്ട്, വാപ്പയോട് സലാം പറഞ്ഞിട്ടുണ്ടോ? ചിലപ്പോൾ കതക് തുറക്കുന്നത് മകളായിരിക്കാം, മകനായിരിക്കാം. ഇന്ന് വരെ സലാം പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ തീരുമാനിക്കാം. ഇന്നു മുതൽ നീ പറയാൻ തീരുമാനിച്ച നിന്റെ ജീവിതത്തിൽ കടങ്ങളും ദുഃഖങ്ങളും മാറുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇൻഷാ അല്ലാഹ് ചെയ്യൂ. ഇൻഷാ അല്ലാഹ്. രണ്ടാമത്തെ കാര്യം എന്റെ പ്രിയപ്പെട്ടവരെ, വീടിനകത്ത് കയറിയിട്ട് നിങ്ങൾ ധരിച്ചിരിക്കുന്ന വസ്ത്രമുണ്ടല്ലോ, ആ വസ്ത്രം ആങ്കറിലേക്കോ അശയിലേക്കോ അത് ഊരി തൂക്കിയിടുന്നതിന് മുമ്പ് സൂറത്തുൽ ഇഖ്ലാസ് ഒരു പ്രാവശ്യം ഓതണമെന്ന് നബിയുനാ റസൂലുള്ളാഹി. സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് എന്ന സൂറത്ത് ഒരു പ്രാവശ്യം നിത്യമായി ചെയ്ത നീ കടക്കാരനായി മരിക്കില്ല. നിന്റെ കടങ്ങൾ അല്ലാഹു വീടാനുള്ള വഴികൾ തുറന്നു തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ?